മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയാലോ? എൻ്റെ കയ്യിൽ 2 മാങ്ങയുണ്ട് കേട്ടോ. അതിലൊന്ന് ഞാൻ ഓൾറെഡി പീൽ ചെയ്ത് വെച്ചു. അപ്പോഴാണ് ആലോചിച്ചത് ശരി ഒന്ന് വീഡിയോ എടുക്കാന്നുള്ളത്. അങ്ങനെ അടുത്തത് പീൽ ചെയ്യാൻ വേണ്ടി പോവാണ്. ഈ മാങ്ങാക്കറി എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ വർഷവും വെക്കേഷൻ്റെ സമയത്ത് ഞങ്ങളിവിടെ തൃശ്ശൂരുള്ള എൻ്റെ മാമൻ്റെ വീട്ടിൽ പോകാറുണ്ട്. അവിടെ ചെല്ലുന്ന സമയത്ത് ദീപമ്മയുടെ മാസ്റ്റർ പീസ് ആയിട്ടുള്ള മാങ്ങാക്കറി ഉണ്ടാവാറുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. എൻ്റെ മനസ്സിൽ ഇന്നും ആ ഒരു ടേസ്റ്റ് എപ്പോഴും ഉണ്ട്. പക്ഷേ ആ ഒരു ടേസ്റ്റ് ഞാൻ ഉണ്ടാക്കിയാൽ ഉണ്ടാവില്ല എന്നറിയാം. എന്നാൽ ഞാൻ ആദ്യമായിട്ടാണ് മാങ്ങ പുളിശ്ശേരി ട്രൈ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നല്ല പഴുത്ത മാങ്ങയും കുറച്ച് പച്ചമുളകും ഉപ്പും മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിക്കാൻ വയ്ക്കുക. ഇനി നമുക്ക് കറിക്കുള്ള അരപ്പ് തയ്യാറാക്കണം. അതിന് തേങ്ങ, ജീരകം, വെളുത്തുള്ളി, ഉള്ളി, ചെറിയ ഉള്ളിയും കൂടെ നന്നായിട്ട് അരച്ച് ഇതുപോലെ നമ്മൾ ആദ്യം കുക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്ന മാങ്ങയിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം തൈര് ചേർക്കണം. തൈര് ചേർത്തിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ സ്റ്റവ് ഓൾറെഡി ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തൈര് ചേർത്ത് നന്നായിട്ട് ഇളക്കി ഈ ഒരു അവസ്ഥയിലെത്തുന്ന സമയത്ത് നമ്മുടെ മാങ്ങക്കറി റെഡി ആയിട്ടുണ്ട്. പക്ഷെ നമ്മൾ താളിക്കും കൂടി വേണമല്ലോ. താളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കടുക്, വറ്റൽമുളക്, കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് താളിച്ച് ഇത് നമ്മൾ അതിലേക്ക് ഒഴിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സ്മെല്ലുണ്ടല്ലോ, അടിപൊളിയാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ.